മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുവിശേഷകൻ സാം സക്കറിയ കൊട്ടാരക്കര. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം. പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുക എന്നുള്ളത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യമാണ്. അനേക വ്യക്തികൾ ഈ സന്ദേശം രാവിലെ തോറും ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷിക്കുകയും ദൈവത്തിന് മഹത്വം കരയറ്റുകയും ചെയ്യുകയാണ്. ഇന്നും അല്പസമയത്തെ ചിന്തയ്ക്കായി എഫേസ്യ ലേഖനം 5-ാം അധ്യായം 2-ാം വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. ഇവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തെ ഓർപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ക്രിസ്തു ക്രൂശിൽ മരിക്കേണ്ടി വന്നത്? അതിന് കാരണം നാം ഇവിടെ വായിക്കുന്നു. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു. അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തിലൂടെ വെളിപ്പെടുന്നത് മാനവജാതിയോടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ്. റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ അതൊന്നുകൂടെ സ്പഷ്ടമായി നാം വായിക്കുന്നു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് പകരപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നു തന്നിരിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതായത് പാപികളായ മനുഷ്യരെ ദൈവം സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ഈ ലോകം എല്ലാ അശുദ്ധിയും പാപവും നിറഞ്ഞ ലോകമാണ്. ലോകത്തിൽ വസിക്കുന്ന മനുഷ്യർ ദൈവത്തിൽ നിന്ന് അകന്നുപോയവരാണ്. പാപം നിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയവരാണ്. ദൈവത്തെ കോപിപ്പിച്ചവരാണ്. അങ്ങനെയുള്ള ലോകത്തെയാണ് ദൈവം സ്നേഹിച്ചത്. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിക്കപ്പെട്ടു. അതെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അത് പിതാവാം ദൈവത്തിന് സൗരഭ്യവാസനയായ ഒരു വഴിപാടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകം നാം പഠിക്കുമ്പോൾ 5 യാഗങ്ങളെ സംബന്ധിച്ച് നാം വായിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ 3 യാഗങ്ങൾ ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, ഈ 3 യാഗങ്ങളും ദൈവത്തിന് സൗരഭ്യവാസനയായ യാഗങ്ങളാണ്. തുടർന്നുള്ള 2 യാഗങ്ങൾ പാപയാഗവും അകൃത്യയാഗവും, അത് ദൈവത്തിന് സൗരഭ്യവാസനയായ യാഗങ്ങൾ എന്ന് എടുത്തു പറഞ്ഞിട്ടില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ പാപയാഗവും അകൃത്യയാഗവും മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി ക്രിസ്തു എന്തായിത്തീർന്നു എന്ന് വ്യക്തമാക്കുകയാണ്. എന്നാൽ ഹോമയാഗവും ഭോജനയാഗവും സമാധാനയാഗവും ക്രിസ്തു പിതാവാം ദൈവത്തിന് എന്തായിത്തീർന്നു എന്ന് പറഞ്ഞാൽ പിതാവാം ദൈവത്തിന് സുഗ്രാഹ്യമായ യാഗമായിരുന്നു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ നിർവഹിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, നീ എനിക്ക് ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. 40-ാം സങ്കീർത്തനത്തിൻ്റെ ഉദ്ധരണിയാണ് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. അവിടെ നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു എന്ന് എബ്രായ ലേഖനത്തിൽ പറയുമ്പോൾ 40-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു എന്നുള്ളതാണ്.
പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ചെവികളെ തുളയ്ക്കുന്നതിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരു എബ്രായ ദാസൻ ഒരു യജമാനെ സേവിക്കുമ്പോൾ 6 സംവത്സരം അവനെ സേവിക്കാം. 6 സംവത്സരം കഴിഞ്ഞ് 7-ാം സംവത്സരത്തിൽ ആ യജമാനൻ അടിമയെ സ്വതന്ത്രനായി വിട്ടയക്കണമെന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ വ്യവസ്ഥ. എന്നാൽ ദാസൻ പറയുകയാണ്, എനിക്ക് അങ്ങയെ വിട്ടുപിരിയുവാൻ മനസ്സില്ല, ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ അങ്ങയെ സേവിച്ചു കൊള്ളാമെന്നൊരു ദാസൻ പറയുകയാണെങ്കിൽ ആ ദാസനെ കതകിനോട് ചേർത്ത് നിർത്തി അവൻ്റെ കാത് കിഴിക്കണം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ കാത് കിഴിക്കപ്പെട്ട ദാസൻ അവൻ എന്നേക്കും ഒരു യജമാനൻ്റെ അടിമയാണ് എന്ന് വ്യക്തമാക്കുകയാണ്. ഇതുപോലെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തോടുള്ള ബന്ധത്തിൽ പിതാവാം ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു അനുസരണമുള്ള കുഞ്ഞാടിനെ പോലെ, ഒരു ദാസനെ പോലെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചേൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, നീ എനിക്കൊരു ശരീരമൊരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യവേഷമെടുത്ത് ഭൂമിയിലേക്ക് വന്നതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ദൈവം മനുഷ്യനായി വേഷമെടുത്ത് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു. ആ ശരീരം യാഗമായി അർപ്പിക്കപ്പെടുവാനുള്ള ശരീരമായിരുന്നു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശരീരം ഇതാ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി. അതുകൊണ്ടാണ് നാം യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ വായിക്കുന്നത്, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ഒരിക്കലും ഒരു പുത്രൻ്റെ മരണത്തിൽ പിതാവ് പ്രസാദിക്കുകയില്ല. പിതാവിന് ഇഷ്ടമുള്ള കാര്യമല്ല അത് എങ്കിൽ പോലും അബ്രഹാം ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് തൻ്റെ സ്വന്തം മകനായിരിക്കുന്ന ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാൻ തുനിഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് അബ്രഹാം യാഗം അർപ്പിച്ചു എന്നുള്ളതാണ് അബ്രഹാമിൻ്റെ അനുസരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആ നിലയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിതാവാം ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി, സുഗ്രാഹ്യമായ യാഗമായി, സൗരഭ്യവാസനയായ യാഗമായി അർപ്പിക്കപ്പെട്ടു. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ക്രൂശിൽ യാഗമായി തീർന്നതുകൊണ്ട് നാമും ആ യാഗത്തിൻ്റെ സൗരഭ്യം സ്വർഗം മണത്തതുപോലെ നമ്മുടെയും ജീവിതം കൊണ്ട് സ്വർഗം സൗരഭ്യപൂരിതമായി തീരണം. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ എന്നാണ് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നത്. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ് നമുക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെട്ടത്. അതുപോലെ നാമും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി, ജീവനുള്ള യാഗമായി, ദൈവത്തിന് സുഗ്രാഹ്യമായ സൗരഭ്യവാസനയായ യാഗമായി നമ്മെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ചിന്തകളാൽ നമ്മെ അതിന് സഹായിക്കുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പിതാവാം ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ച ദൈവസ്നേഹം ഞങ്ങൾ ഓർക്കുകയായിരുന്നു. ഞങ്ങളും ആ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്നതിനാൽ ഞങ്ങളും ഞങ്ങളെ തന്നെ അങ്ങയുടെ മഹത്വത്തിനായി സമർപ്പിക്കുവാൻ, അങ്ങേക്ക് പ്രസാദകരമായി ജീവിതം നയിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് അധികം കൃപ നൽകി സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.